Each partner has the right to retire the firm the partnership either as the terms of partnership agreement with the consent of all partners. അതായത് റിട്ടയർ ചെയ്ത് പോവാം, ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്യാനുള്ള റൈറ്റും ഒരു പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കാം, എക്സ്പെൽ ചെയ്ത് പോകാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം, റൈറ്റ് ടു കോമ്പീറ്റിംഗ് ബിസിനസ്, വേറെ ഔട്ട് ഗോയിങ് ബിസിനസ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും റൈറ്റ്സ് ആണ് ഒരു പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കുക. അതൊരു സെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കി എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവും. ഒരു 15ഓളം റൈറ്റ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. റൈറ്റ് ടു ടേക്ക് പ്രോഫിറ്റ്, ദെൻ റൈറ്റ് ടു കണ്ടക്ട് ബിസിനസ്, റൈറ്റ് ടു കൺസൾട്ട്, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ്, റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്, റൈറ്റ് ടു ഇൻഡെംനിഫൈഡ്, റൈറ്റ് ടു യൂസ് പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി, റൈറ്റ് ടു എമർജൻസി, റൈറ്റ് ടു റിട്ടയർ, റൈറ്റ് ടു എക്സ്പെൽഡ്, റൈറ്റ് ടു കോമ്പറ്റിംഗ് ബിസിനസ്, ഷെയറിംഗ് പ്രോഫിറ്റ്സ്. അത്രയും റൈറ്റ്സ് ആണുള്ളത്. ദെൻ എന്താണ് നോക്കുന്നത്, ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ഓക്കെ, ഇനി ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടാവുക അതൊക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ പഠിച്ചിട്ട് പോവുക. എന്തൊക്കെയാണ്? ടു അറ്റൻഡ് ഡിലൈറ്റ്ലി ടു ഹിസ് ഡ്യൂട്ടീസ് ഓൺ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. നമ്മൾ റൈറ്റും ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആയിരിക്കും, അതേ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. കണ്ടക്ട് ഓഫ് ദ ബിസിനസ്, then to perform partners duties without receiving remuneration for taking part of each concept of business, then contribute equally to the losses sustained by the firm, then indemnify the firm for any loss suffered by the firm, then to ensure that the property of the firm is held by the partners exclusively for the business, then to account for and to pay the firm and private profits, then to account for and to pay to the firm for all profits made by partners carrying out private business, to act as an agent, to act with the scope of actual and apparent authority. അപ്പോൾ അത്രയും ഡ്യൂട്ടീസ് നിങ്ങൾക്ക് അതിൽ പോയിന്റ്സ് ഉണ്ട്, അതിൽ പോയിന്റ്സ് ആയി തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിച്ചിട്ട് എഴുതുക. അത്രയും ഡ്യൂട്ടീസ് ആണുള്ളത്. നമ്മൾ റൂൾസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പാർട്ട്ണർഷിപ്പിലെ റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ഡ്യൂട്ടീസ് നോക്കി. ഇനി നമ്മൾ എന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പൊസിഷൻ ഓഫ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ. അതായത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ, അതായത് എന്താ പറയുന്നത്, പാർട്ട്നേഴ്സിൻ്റെ ഇൻകമിങ് പാർട്ട്നേഴ്സിൻ്റെയും ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിൻ്റെയും പൊസിഷനാണ്. അതായത് എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങൾ. അതായത് ഫസ്റ്റ് അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തൊക്കെ. ഫസ്റ്റ് വൺ, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ എന്നുള്ളത്. ദെൻ ആ പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുമ്പം, ദെൻ പാർട്ട്ണർ ഈസ് എക്സ്പെൽ ചെയ്ത് പോവുകയാണെങ്കിൽ, ദെൻ ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിൽ, ദെൻ ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കേസിൻ്റെ പൊസിഷനാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എങ്ങനെയായിരിക്കും? A person cannot be admitted as a partner in the existing firm without the consent of all the partners. This is rule is however subject. അതായത് ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാർട്ട്ണർഷിപ്പിലെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അവരെല്ലാ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും തുല്യ സമ്മതത്തോടു കൂടിയായിരിക്കും ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഒരു പുതിയൊരു പാർട്ട്ണറെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ബിറ്റ്വീൻ എ, ബി ആൻഡ് സി പ്രൊവൈഡ്സ് എ അതായത് ഇപ്പം പാർട്ട്ണർഷിപ്പിൽ എയും ബിയും തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആൻഡ് സി പ്രൊവൈഡ്സ് ദാറ്റ് എ കുഡ് ഇൻട്രൊഡ്യൂസ് ടു പ്രൊവൈഡ്. അതേപോലെ എ എന്ത് ചെയ്യുന്നു, എയും ബിയും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നു. എക്ക് അയാളുടെ മകനെയും കൂടി പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നുണ്ട് വിചാരിക്കാം. അയാൾ ഒരു എന്താ പറയുക, മേജർ ആണെന്നുണ്ടെങ്കിൽ, മൈനർ അല്ല മേജർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, എക്ക് ഈ എന്താ പറയുക അയാളെ മകനെ ഈ പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും, എല്ലാവരും കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദ കൺസെൻറ്റ് ഓഫ് എ ബീൻ്റെ കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതിനാണ് നമ്മൾ എന്ന് പറയുക അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. ദെൻ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ. റിട്ടയർമെൻറ്റ് എങ്ങനെയാണ് സംഭവിക്കുക?
വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. അതിലും നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പാർട്ട്ണർക്ക് റിട്ടയർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ആ കൺസെൻറ്റോട് കൂടി റിട്ടയർ ചെയ്ത് പോവാം. അതേപോലെ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് അമംഗ് ദ പാർട്ട്നേഴ്സ് വിത്ത് പാർട്ട്ണർഷിപ്പ് നോട്ടീസ്. അതുപോലെ പാർട്ട്ണർഷിപ്പിലേക്ക് പാർട്ട്ണർഷിപ്പിൽ ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഉണ്ടെങ്കിലും അയാൾക്ക് അത് എന്ത് ചെയ്യാൻ പോകും, റിട്ടയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ അതിൻ്റെ ലയബിലിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മറ്റ് എല്ലാ പാർട്ട്നേഴ്സിനെ കൂടി അറിയിച്ചിട്ട് എങ്ങനെയാണോ അവർ പറയുന്നത് ആ രീതിക്ക് അയാൾക്ക് റിട്ടയർ ചെയ്ത് പോകാൻ പറ്റും. അയാളെ ലയബിലിറ്റീസ് അയാൾ പെൻഡിങ് വെക്കാൻ പാടില്ല, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ. എക്സ്പെൽ ചെയ്യുന്ന പോകുന്ന സമയത്ത് എങ്ങനെയാണ്, express agreement between the partners. The power has been exercised the majority of the partners. The power has been exercised the good faith of the അതായത് ഒരു പാർട്ട്ണർ എക്സ്പെൽ ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾക്കുള്ള എല്ലാ പവറും മറ്റ് പാർട്ട്നേഴ്സിനേക്ക് ഷെയർ ചെയ്തിട്ട് അവരുടെ കൺസെൻറ്റോട് കൂടി ഒരു പാർട്ട്ണറിനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൽ ചെയ്ത് പോകാൻ പറ്റും. ഇൻസോൾവെൻ്റ് ആവുന്ന സമയത്ത് എങ്ങനെയാണ്, ആൾ ഇൻസോൾവെൻ്റ് ആണെന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറിനെ എന്ത് ചെയ്യാം, ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. ദെൻ മരണം സംഭവിക്കുക, ഡെത്ത് സംഭവിക്കുന്ന സമയത്തും അങ്ങനെ പാർട്ട്ണർക്ക് എന്ത് ചെയ്യാം, മാറി നിൽക്കാം. മുന്നോട്ട് അയാൾക്ക് എന്താ പറയുക, വേറെ പാർട്ട്നേഴ്സ് അയാൾ കൊണ്ടുവന്ന വേറെ പാർട്ട്നേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് അത് പോവാതെ ആ പാർട്ട്ണർക്കും ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ദെൻ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റിലെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, ഇപ്പം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം ഈസ് പാർഷ്യലി ആൻഡ് തേർഡ് പേഴ്സൺ. ഒന്നെങ്കിൽ അയാൾ എക്സ്പെൽ ആവോ അല്ലെങ്കിൽ റിട്ടയർ അല്ല, ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒരു തേർഡ് പേഴ്സൺ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നോമിനീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് കോർട്ടിൻ്റെ ഓർഡർ അനുസരിച്ച് എങ്ങനെയാണോ നിയമം ലോ അണ്ടർ ദ ലോ എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് മാറി നിൽക്കാം. അപ്പം അത്രയും കാര്യങ്ങളാണ് പൊസിഷൻ ഓഫ് ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് പാർട്ട്ണർ. അതായത് ഒരു അഡ്മിഷൻ വരുന്ന സമയത്ത് എല്ലാ പാർട്ട്ണർഷിപ്പ് ആവുന്ന സമയത്ത് എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും മറ്റ് പാർട്ട്നേഴ്സിൻ്റെ എന്തുണ്ടായിരിക്കണം, കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചായിരിക്കും അവർ അത് ചെയ്യുക. ഓക്കെ. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇല്ലാതൊക്കെ നിർത്തി പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ എങ്ങനെയാണ്, അതായത് ചേഞ്ച് ഇൻ റിലേഷൻഷിപ്പ് ഓഫ് ദ പാർട്ട്ണർ സച്ച് എ ചേഞ്ച് ഈസ് യൂഷ്വലി കോസ്ഡ് വിത്ത് ദ ഫേം ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വെൻ എ പാർട്ട്ണർ ഈസ് അതായത് ഒരു പാർട്ട്ണർക്ക് മരണം സംഭവിക്കുക, ഡെത്ത് സംഭവിക്കുക, ഇൻസോൾവെൻ്റ് ആവുക, അങ്ങനെയുള്ള കേസിലാണെന്നുണ്ടെങ്കിലായിരിക്കും ഒരു പാർട്ട്ണർഷിപ്പിൽ എപ്പോഴും ഡിസൊല്യൂഷൻ സംഭവിക്കുക. അപ്പം അത് റീകൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പം നിലവിലുള്ള പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുന്നോട്ടുള്ള പാർട്ട്ണർഷിപ്പിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് എന്തിലൊക്കെ വരാം, ഓരോ പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആവുമ്പം, ഡെത്ത് സംഭവിക്കുമ്പം, അങ്ങനത്തെ എക്സ്പെൽ ആവുന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് ഈ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ്, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് മൊത്തം ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോഴാണ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം വരുന്നത്. ഓരോ പാർട്ട്ണർക്കല്ല, ആ പാർട്ട്ണർഷിപ്പ് മൊത്തത്തിൽ ബാധിക്കുമ്പോൾ. ഓക്കെ. ആ സമയത്തും എന്ത് ചെയ്യാം, അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ആണ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം എന്ന് പറയുന്നത്. Dissolution of a firm means the dissolution of partnership between all the partners of a firm. ഓക്കെ. ആ ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സും ഡിസൊല്യൂട്ട് ആയി പോവാണെന്നുള്ള കേസിലാണെങ്കിൽ ആ ഫേമിനെ മൊത്തം എന്ത് ചെയ്യണം, നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് വരണം. ഓക്കെ. ഒരു പാർട്ട്ണർക്കുള്ളതല്ല. അതാണ് അത് നമ്മളൊരു ഡിഫറൻസ് പറയുന്നത്. ദെൻ മോഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഉണ്ട്. അതായത് ഫേം ഡിസൊല്യൂട്ട് ചെയ്യുന്ന മോഡ് എങ്ങനെയാണ്, 2 types ആണ്. അതായത് വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ടും ബൈ ദ ഓർഡർ ഓഫ് ദ കോർട്ടും. 2 രീതിക്ക് ഒരു ഫേമിനെ ഡിസൊല്യൂട്ട് ചെയ്യാം. ഒന്ന് കോർട്ടിൻ്റെ ഓർഡർ പ്രകാരം, കോർട്ടിൻ്റെ ഓർഡർ അല്ലാതെ. ഓക്കെ. അങ്ങനെ 2 ടൈപ്പിൽ നമുക്ക് ഒരു ഫേമിനെ ഡിസൊല്യൂട്ട് ചെയ്യാം.